ഹായ്. അപ്പോൾ ഇക്ക രാവിലെ പോയിട്ട് കഴിഞ്ഞ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ പോയിക്കാണ്ട് പച്ചക്കറി ആണെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അതാത് പാത്രത്തിലോട്ടാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ കഴിയുന്നത്. ഇന്നിപ്പോൾ നാലാമത്തെ നോമ്പും കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നിബു ഓനെക്കൊണ്ട് കഴിയണ അത്ര നോമ്പ് നോറ്റിരുന്നു കേട്ടോ. നിച്ചുവിനെ കൊണ്ട് പിന്നെ ഞാൻ നോമ്പ് നോറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം എൻ്റെ നിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചി ഈ വർഷം ഞാനും കഴിയണ അത്ര നോമ്പ് നോൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 4 നോമ്പ് ഓരോ നോറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാകണം ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഞാൻ അതാത് പാത്രത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഞാൻ മസാല ഒക്കെ തേച്ചിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയേ. എന്നാൽ നമ്മൾ ഒരു അസറാവുന്ന ശേഷമല്ലേ നമ്മൾ അടുക്കളയിൽ കയറുള്ളൂ. അപ്പത്തിന് അത് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നീബൂനും നീച്ചൂനും ഇല്ല മാത്രം കേട്ടോ ഈ ചിക്കൻ പൊരിക്കണത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അസർ നിസ്കാരത്തിന് ശേഷം ഇതാക്കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി അങ്ങോട്ട് തുടങ്ങും. പിന്നെ നിൽക്കാത്ത മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവരെ ഓരോ പണികളാക്കാനായിട്ട് ഉണ്ടാവുക. അപ്പം ഇന്ന് ഇതാകണം ചിക്കൻ കറിയാണ്, ബീഫ് കറിയാണ്, ചിക്കൻ കറിയല്ല ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ഞാൻ ഇന്ന് പത്തിരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞായറാഴ്ച തന്നെയല്ലേ എനിക്കുണ്ട് കൂടെ എൻ്റെ ഒപ്പം സഹായിക്കാൻ കേട്ടോ. അപ്പം ഇന്ന് സമൂസയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമൂസക്കില്ല ബീഫ് ഞാൻ ഒരു ചെറിയ കുക്കറിൽ ഞാൻ കുറച്ച് വേവിച്ചാൽ വെച്ചിട്ടുണ്ട്, നല്ല പീസ് നോക്കിയിട്ട്. പിന്നെ അതായി പൊട്ടറ്റോ ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുത്തി ഉടച്ചിട്ട് ഈ മസാലയ്ക്ക് ചേർക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനിതാ പത്തിരിപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ തരിയും വെന്തിട്ടുണ്ട്. അങ്ങനെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം അങ്ങനെ തിളച്ച് വരുന്ന കണ്ടേക്കിന് തന്നെ വേഗം പോയിട്ട് ഞാൻ അതിലോട്ട് അരി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ സമൂസ ഇക്കേട്ടോ ഉണ്ടാക്കി തന്നെ. എനിക്ക് എത്ര മടക്കിയാലും അതിൻ്റെ ആ ഷേപ്പിൽ കിട്ടൂല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ഷേപ്പിലാക്കാരം കിട്ടുക. ഇക്കാക്കും വലിയ ഷേപ്പിലൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും ഇക്കാനെ കൊണ്ട് വയ്ക്കണ പോലത്തെ ഷേപ്പൊക്കെ ഇക്ക സമൂസൻ്റെ ഏകദേശമൊക്കെ രൂപത്തിൽ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുത്താൽ മതി. ഞങ്ങളെല്ലാവരും മേശൻ്റെ ചുറ്റോറും ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ എടുത്തിരിക്കണത് തന്നെ. അപ്പം അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് രണ്ടാളും ഇന്നത്തെ നോമ്പ് മുഴുവനാക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.